கர்த்தரை நம்புகிறவனோ உயர்ந்த அடைக்கலத்திலே வைக்கப்படுவான். நீதிமொழிகள் 29:25. But whoso putteth his trust in the Lord shall be safe. Proverbs 29:25. இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்கள் ஒவ்வொருவருக்கும் காட் கூசிஸ் மினிஸ்ட்ரி சார்பாக புத்தாண்டு வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். தேவனாகிய கர்த்தர் தம்முடைய பெரிதான கிருபையினாலே 2024 ஆண்டிலே நம்மை பிரவேசிக்க செய்திருக்கிறார். அவருக்கு ஸ்தோத்திரமும் கனமும் துதியும் மகிமையும் உண்டாவதாக. நமது ஊழியத்தின் மூலமாக ஒவ்வொரு நாளும் தேவ வார்த்தைகளை பகிர்ந்து கொண்ட தேவ ஊழியர்களையும் குடும்பங்களையும் தேவனாகிய கர்த்தர் ஆசீர்வதிப்பாராக. ஒவ்வொரு நாளும் இன்றைய மன்னா செய்தியை கேட்டு பிரயோஜனம் அடைந்த அநேகருடைய சாட்சிகளை இம்மட்டும் கேட்டிருக்கிறோம். இந்த ஆண்டிலும் கூட தம்முடைய வார்த்தையில் மாறாதவராகிய கர்த்தருடைய வார்த்தையை விசுவாசத்தோடு கேட்போம், கவனிப்போம். நிச்சயம் ஆசீர்வாதங்களை பெறுவோம். கடந்த நாட்களில் நாம் கண்ட எல்லா துயரமான சூழ்நிலைகளிலிருந்து கர்த்தர் நம்மை விடுவித்து இந்த புதிய ஆண்டிலே தேவன் தமது வார்த்தைகளை நிச்சயம் நிறைவேற்றுவார் என்ற விசுவாசத்தோடும் நம்பிக்கையோடும் காத்திருப்போம். தேவனுடைய வார்த்தைகளுக்கு கீழ்ப்படிய நம்மை நாமே ஒப்பு கொடுப்போம். கர்த்தர் மகத்துவமான காரியங்களை செய்வதற்கு வல்லமையுள்ளவர். நம்முடைய நம்பிக்கை வீண் போகாது. தேவன் சகலவற்றையும் அதினதின் காலத்திலே நேர்த்தியாய் செய்கிறவர். இந்த புதிய ஆண்டையும் கூட நமக்கு தேவன் தந்திருக்கிறார். கடந்த ஆண்டிலே நம்மோடு கூட இருந்தவர்கள் அநேக பரிசுத்தவான்கள் கர்த்தருடைய இளைப்பாறுதலுக்குள் பிரவேசித்திருக்கிறார்கள். ஆகிலும் நம்மை கொண்டு தமது திட்டங்களை நிறைவேற்றும்படியாக தேவன் நம் ஒவ்வொருவரையும் ஜீவனோடு பாதுகாத்து இந்த புதிய ஆண்டிற்குள் பிரவேசிக்க செய்திருக்கிறார். நல்ல எதிர்பார்ப்போடும் விசுவாசத்தோடும் காத்திருப்போம். இந்த ஆண்டு மகிமையாக துவங்கட்டும். கர்த்தர் தாமே இந்த ஆண்டு முழுவதும் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ് ഹൂസീസ് മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് സാർ, തന്നോടുകൂടെ ഈ മിനിസ്ട്രിയിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയമുള്ള ദൈവദാസന്മാർ, ഈ വചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന, വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു ദൈവവചനമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ എന്ത് ചെയ്യണം എന്ന് തെറ്റുപറ്റാത്ത, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല, സമൃദ്ധി മാത്രമല്ല, താഴ്ചകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ സമ്മിശ്രമായിരിക്കുന്ന ജീവിതത്തിൻ്റെ യാത്രയിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ
കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. കഷ്ടമനുഭവിക്കുന്നവർ ദൈവത്തോട് പിറുപിറുക്കാറുണ്ട്, പ്രാർത്ഥന അവസാനിപ്പിക്കാറുണ്ട്, വിശ്വാസം വിട്ടുകളയാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, കഷ്ടതയുടെ നടുവിൽ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പിറുപിറുക്കുകയോ വിശ്വാസം വിട്ടുകളയുകയോ പ്രാർത്ഥന അവസാനിപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് അവർ നിരന്തരം പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയുന്നത്. പ്രാർത്ഥന അവസാനിപ്പിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം ലോകമനുഷ്യർ പറയും, അവൾ തീർന്നു എന്ന്, നീ ഒരിക്കലും ഉയർന്നു വരത്തില്ല എന്ന് പറയുമ്പോൾ ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്കൊരു സങ്കേത സ്ഥലമുണ്ട്. അതാണ് അവരുടെ പ്രാർത്ഥനാമുറി. അവിടെ നിന്നും പുറത്തു വരുന്നത് മറ്റുള്ളവരുടെ വിധിയെഴുത്തിനെ മാറ്റിമറിച്ചുകൊണ്ടായിരിക്കും. ദൈവത്തെങ്കിൽ നിന്നും മറുപടി പ്രാപിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ, ശത്രുക്കളുടെ മുന്നിൽ മേശയൊരുക്കുന്ന ദൈവം, തകർച്ച കാണുവാനിരുന്നവരുടെ നടുവിൽ, എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ, ഉയരത്തില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ദൈവത്തിൻ്റെ മറുപടിയുമായിട്ട് ദൈവത്തിൻ്റെ കൊടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സങ്കീർത്തന പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം. കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. വളരെയേറെ പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷകൾ നൽകുന്നതാണ്. സങ്കീർത്തനക്കാരൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുമാണ് ഇത് എഴുതുവാനായിട്ടിടയായിത്തീരുന്നത്. തിരുവചനം വായിക്കുമ്പോൾ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നുപോയ അനേക ഭക്തന്മാരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകുക. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴികളിൽ എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും. എന്തായിരുന്നു യാക്കോബിൻ്റെ കഷ്ടകാലം? സഹോദരനാകുന്ന ഏശാവിൻ്റെ മരണഭീഷണിയെ ഭയന്നുകൊണ്ട് അപ്പൻ്റെ അനുഗ്രഹവും വാങ്ങി അമ്മയുടെ സഹോദരനാകുന്ന ലാബാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ഏകനായി അറിയാത്ത വഴികളിൽ കൂടെ കടന്നു പോകുമ്പോൾ വിജനമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. രാത്രിയിൽ ഒറ്റപ്പെട്ട് ഒരു കല്ല് തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരു വലിയ വാക്തത്വമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 16-ാം വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്ത് ഉണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. കഷ്ടതയുടെ നടുവിൽ കൂടെ പോകുമ്പോഴാണ് യഥാർത്ഥമായും ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുവാനിടയായിത്തീരുന്നത്. യാക്കോബ് തൻ്റെ അപ്പൻ്റെ വീട്ടിൽ തൻ്റെ അമ്മയുടെ പരിചരണത്തിലൊക്കെയും കഴിഞ്ഞുകൂടിയപ്പോൾ ഈ ദൈവസാന്നിധ്യം അറിഞ്ഞിട്ടില്ല. എന്നാൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ഏകനായി ഒരു വെളിംപ്രദേശത്ത് കിടന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം
പ്രശ്നത്തിൻ്റെ നടുവിൽ യഥാർത്ഥമാകുന്ന ദൈവസാന്നിധ്യം തൊട്ടറിഞ്ഞിട്ടുള്ളത് അവരുടെ കഷ്ടതയുടെ നടുവിലാണ്. ലോകം മുഴുവൻ കയ്പ് തരുമ്പോൾ കഷ്ടതയുടെ നടുവിൽ ദൈവം ആരാണെന്ന് രുചിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. അതെ, അതാണ് ദൈവത്തിൻ്റെ ശക്തി. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ, അതെ, കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥന മാത്രമേ യഥാർത്ഥമാകുന്ന പോംവഴിയുള്ളൂ. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിമനോഹരമായിരിക്കുന്ന പ്രതീക്ഷകൾ നൽകുന്ന ദൈവവചനം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രയേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബേസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധ വചനത്തിൽ ചുരുക്കം വാക്യങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ വളരെ ശക്തമായിരിക്കുന്ന പ്രതീക്ഷകൾ നൽകുന്ന, കഷ്ടതയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ ആ 2-3 വാക്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളെക്കുറിച്ച് പ്രതീക്ഷകളുണ്ട്. എന്നാൽ യബേസിനെ കുറിച്ച്, അവനെ പ്രസവിച്ച അമ്മയ്ക്ക് പോലും യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. കാരണം അവൻ്റെ ജനനം വ്യസനഹേതുവായിരുന്നു, വേദനാജനകമായിരുന്നു. അതുകൊണ്ട് ജനിച്ചു വീണപ്പോൾ യബേസ് എന്ന് പറയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ആ അമ്മയുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷേ അമ്മയ്ക്ക് പ്രതീക്ഷയില്ലെങ്കിലും, പ്രസവിച്ച അമ്മയ്ക്ക് പ്രതീക്ഷയില്ലെങ്കിലും, സൃഷ്ടിച്ച ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ വ്യസനത്തിൻ്റെ പുത്രനെന്ന് പേര് വിളിച്ചെങ്കിൽ ദൈവം അവനെ മാന്യനാക്കി തീർക്കുവാനായിട്ടിടയായി തീർന്നു. കഷ്ടതയുടെ നടുവിൽ യബേസ് പ്രാർത്ഥിച്ചു. ദൈവം അവനു വേണ്ടി ഒരുക്കിയ വഴി അവൻ്റെ മുന്നിൽ തുറന്നു വന്നു. അതെ, കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. യാക്കോബ് ലേഖകൻ അവിടെ പറയുകയാണ്, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അതെ, പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരുടെ മേൽ ദൈവം തൻ്റെ കൃപ പകരുമാറാകട്ടെ. ദൈവവചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത് അനേക ഭക്തന്മാരുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഒരു പരസ്യ പലക പോലെ ഇരിക്കുകയാണ്. അവരൊക്കെയും അഭക്തരായിട്ടല്ല കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയത്. അവരൊക്കെയും ഭക്തന്മാരും ഭക്തമതികളുമായിട്ടാണ് കഷ്ടതയിൽ കൂടെ കടന്നുപോയത്. മാറായെ മധുരമാക്കി തീർക്കുന്നൊരു ദൈവമുണ്ട്. ആർത്തിയോടെ കുടിക്കുവാൻ വരുമ്പോൾ, ആർത്തിയോടെ പ്രതീക്ഷിച്ച് ആഗ്രഹത്തോടെ മുന്നോട്ട് വരുമ്പോൾ അത് കയ്പുള്ളതായി തോന്നാം. എന്നാൽ ആ കയ്പിനെ മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും പ്രതീക്ഷകളും നൽകുവാനായിട്ട് ഈ വചന സന്ദേശം ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കാറ്റും തിരമാലയും അലയാഴിയും അലറിയിടുമ്പോൾ എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിനുണ്ട്. കാറ്റും
തിരമാലയും അലയാഴിയും അലറിയിടുമ്പോൾ എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിനുണ്ട്. തിരമാലയേ അലയാഴിയേ ലവലേശവും തകരില്ല ഞാൻ. ഭയമില്ലെന്നിൽ എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിനുണ്ട്. ഉരുകിയിടുമ്പോൾ കലങ്ങിയിടുമ്പോൾ പതറിയിടുമ്പോൾ എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിനുണ്ട്. ഉള്ളം ഉരുകിയിടുമ്പോൾ കലങ്ങിയിടുമ്പോൾ പതറിയിടുമ്പോൾ എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിനുണ്ട്. ഇഹലോകമോ ജഡമോഹമോ തരികിലൊട്ടും ആശ്വാസവും ആനന്ദവും എൻ്റെ യേശു എനിക്കെൻ്റെ ആശ്വാസമേ. യേശു എനിക്കെൻ്റെ ആനന്ദമേ. ദേഹം തളർന്നീടിലും കുഴഞ്ഞീടിലും ക്ഷയിച്ചീടിലും എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിനുണ്ട്. ദേഹം തളർന്നീടിലും കുഴഞ്ഞീടിലും ക്ഷയിച്ചീടിലും എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിനുണ്ട്. ബലമേകുവോൻ തുണ നിൽക്കുവോൻ ബലഹീനതയിൽ ബലം നൽകിടും. തുണ നിന്നിടും എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിനുണ്ട്. കാലം തികഞ്ഞിടാറായി മറഞ്ഞിടാറായി തീർന്നിടാറായി എൻ്റെ യേശു എന്നെ ചേർപ്പാൻ വന്നിടാറായി. യേശുവിൻ സന്നിധൗ ചേർന്നിടാറായി. കാലം തികഞ്ഞിടാറായി മറഞ്ഞിടാറായി തീർന്നിടാറായി എൻ്റെ യേശു എന്നെ ചേർപ്പാൻ വന്നിടാറായി. യേശുവിൻ സന്നിധൗ ചേർന്നിടാറായി. മണവാളനെ മമകാന്തനെ പ്രിയനോടെന്നും അണഞ്ഞിടുവാൻ കൊതിയൂറുന്നേ എൻ്റെ
യേശുവേ നീ എന്നെ ചേർത്തിടുകേ, യേശുവേ വേഗം നീ വന്നിടണേ.